ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമഃ. ഹരി ഓം. ശ്രീ ശങ്കര ഭഗവത്പാദ വിരചിതം സൗന്ദര്യലഹരി സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുപ്രഭാതം, ശുഭദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 46-ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. ദേവിയുടെ മുഖം, അതുപോലെ നെറ്റി, ലലാടം, അതാണ് പഠിച്ചത്, വർണ്ണിച്ചു. ഇന്ന് നമുക്ക് വർണ്ണിക്കേണ്ട ഭാഗം ഭ്രൂ. ഭ്രൂ എന്ന് പറഞ്ഞാൽ പുരികക്കൊടികൾ. ദേവിയുടെ പുരികക്കൊടി എങ്ങനെയാണ്, അതിനെ പറ്റിയാണ് വർണ്ണിക്കുന്നത്. ആദ്യ ശ്ലോകം വായിക്കാം. ഭ്രുവൗ ഭുക്നേ കിഞ്ചിത് ഭുവനഭയഭംഗവ്യസനിനി ത്വദീയേ നേത്രാഭ്യാം മധുകരരുചിഭ്യാം ധൃതഗുണം ധനുർമന്യേ സവ്യേതരകരഗൃഹീതം രതിപതേഃ പ്രകോഷ്ഠേ മുഷ്ടൗ ച സ്ഥഗയതി നിഗൂഢാന്തരമുമേ. വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഈ ശ്ലോകത്തിലെ. ഭ്രുവൗ ഭുക്നേ കിഞ്ചിത് ഭുവന ഭയഭംഗവ്യസനിനി ത്വദീയേ നേത്രാഭ്യാം മധുകരരുചിഭ്യാം ധൃതഗുണം ധനുഹു മന്യേ ധനുർമന്യേ സവ്യേതരകരഗൃഹീതം രതിപതേഃ പ്രകോഷ്ഠേ മുഷ്ടൗ ച സ്ഥഗയതി നിഗൂഢാന്തരം ഉമേ. നിഗൂഢാന്തരമുമേ. വിസർഗം പ്ലസ് അം വന്നപ്പം അം പ്ലസ് ഉ, അപ്പോൾ അത് മൂ ആയി മാറി, സന്ധി നിയമം. അപ്പം ഇനി എങ്ങനെയാണ് വായിക്കുന്നതെന്ന് നോക്കാം. ഭ്രുവൗ ഭുക്നേ കിഞ്ചിത് ഭുവനഭയഭംഗവ്യസനിനി ത്വദീയേ നേത്രാഭ്യാം മധുകരരുചിഭ്യാം ധൃതഗുണം ധനുർമന്യേ സവ്യേതരകരഗൃഹീതം രതിപതേഃ പ്രകോഷ്ഠേ മുഷ്ടൗ ച സ്ഥഗയതി നിഗൂഢാന്തരമുമേ. ഇവിടെ രണ്ട് സംബോധന ദേവിയെ. ഒന്ന് ഭുവനഭയഭംഗവ്യസനിനി, രണ്ട് നിഗൂഢാന്തരം ഉമേന്ന്. ഉമേന്ന് പറഞ്ഞാൽ പാർവതി. ഇനി നമുക്ക് വാക്കുകളുടെ അർത്ഥമൊക്കെ നോക്കാം. ഭ്രുവൗ, ഔ എന്ന് പറഞ്ഞാൽ അത് രണ്ടെണ്ണത്തിനെ കാണിക്കുന്നു. ദ്വിവചനം, രണ്ട് പുരികങ്ങൾ. അപ്പോൾ ഒന്നേ ഉള്ളെങ്കിൽ എങ്ങനെ പറയും? ഭ്രൂ. ഭ്രൂ എന്ന് പറഞ്ഞാൽ ഒരു പുരികം. ഭ്രൂഹു എന്ന് പറഞ്ഞാൽ ബഹുവചനം, ഒന്നിൽ കൂടുതൽ. ഇവിടെ ഭ്രുവൗ ദ്വിവചനം, രണ്ട് പുരികങ്ങൾ. ഭുക്നേ എന്ന് പറഞ്ഞാൽ വളഞ്ഞത്, പുരികങ്ങൾ വളഞ്ഞത്. കിഞ്ചിത് എന്ന് പറഞ്ഞാൽ അല്പം, കുറച്ച്. നമ്മൾ അല്പം, സ്വല്പം എന്നൊക്കെ പറയില്ല, അത് തന്നെ. അപ്പം അല്പം വളഞ്ഞ രണ്ട് പുരികങ്ങൾ എന്നർത്ഥം. പിന്നെ ഭുവനം എന്ന് പറഞ്ഞാൽ ലോകം. ഭയഭംഗവ്യസനിനി, ഭയത്തിനെ ഭംഗം വരുത്തുന്നത്, ഭയഭംഗം. ഭംഗം എന്ന് പറഞ്ഞാലോ നശിപ്പിക്കുക, അല്ലേ, ഇല്ലാതെയാക്കുക. അപ്പോൾ ലോകത്തിൻ്റെ ഭയത്തെ നശിപ്പിക്കാൻ വ്യസനിനി എന്ന് പറഞ്ഞത് തൽപരയായതെന്ന് ഇവിടെ അർത്ഥം കേട്ടോ. അപ്പം ലോകത്തിൻ്റെ ഭയത്തെ നശിപ്പിക്കാൻ തൽപരയായവൾ ദേവി. ദേവിയുടെ ഭക്തന്മാർക്കൊരിക്കലും ദുഃഖം കൊടുക്കില്ല, ഭയം കൊടുക്കില്ല, ഒന്നുമില്ല, അതൊക്കെ ഇല്ലാതെയാക്കും. അതാണ് ദേവിയുടെ ഒരു പ്രതിജ്ഞ. വീക്ക്നെസ് അല്ലെങ്കിൽ അഡിക്ഷനാണ് ദേവി.
ഭയത്തെ ഇല്ലാതെയാക്കുന്നത്. ദേവന്മാർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദേവിയെ വിളിക്കും, എന്നിട്ട് ദേവി പ്രത്യക്ഷപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രൂപമെടുത്ത് വന്നിട്ട് അവരെ നശിപ്പിച്ച് ദേവന്മാരെ രക്ഷിക്കും. നമ്മൾ കണ്ടില്ല ദേവി മഹാത്മ്യത്തിൽ അതുപോലെ. അപ്പോൾ ഇവിടെ ഈ ദേവിയുടെ 2 പുരികക്കൊടികൾ, അല്പം വളഞ്ഞ 2 പുരികക്കൊടികൾ പറഞ്ഞിട്ട് പറഞ്ഞു, ലോകത്തിൻ്റെ മുഴുവനും ഭയത്തെ നശിപ്പിക്കാൻ താല്പര്യമായിരിക്കുന്ന ത്വദീയേ നേത്രാഭ്യാം, അതായത് ദേവിക്ക് എല്ലായിടത്തേക്കും കണ്ണുകളുണ്ട്. നേത്രം എന്ന് പറഞ്ഞാൽ കണ്ണ്. ത്വദീയേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ, നിന്തിരുവടിയുടെ എന്നൊക്കെ അർത്ഥം. നേത്രാഭ്യാം, ഒരു നേത്രാണ് നേത്രം എന്ന് പറയും. 2 ഒന്നിൽ കൂടുതലായതുകൊണ്ട് 2 കണ്ണുകളെയാണ് നേത്രാഭ്യാം എന്ന് പറഞ്ഞത്. മധുകര രുചിഭ്യാം, മധുകരൻ ആരാണ്? മധുവിനെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ മധു നുകരുന്ന, മധു എന്ന് പറഞ്ഞാൽ തേന്. മധുകരൻ വണ്ട്, തേൻ കുടിക്കുന്നവൻ, അതാണ് മധുകരൻ. അപ്പം വണ്ടുകളുടെ രുചി എന്ന് പറഞ്ഞാൽ മനോഹരം, കാന്തി, പ്രഭ, ശോഭ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഈ വണ്ടുകളുടെ കാന്തി, ശോഭ. ധൃത ഗുണം എന്ന് പറഞ്ഞാൽ കയറെന്നും, പിന്നെ വില്ലിൻ്റെ ഞാണിനെ, ഇവിടെ അതാണ്, ഇവിടെ അതിൻ്റെ അടുത്ത വാക്ക് ധനുസ് എന്ന് പറഞ്ഞാൽ വില്ല്. അപ്പോൾ വില്ലിൻ്റെ ഞാണിനെയാണ് ഇവിടെ ഗുണം എന്ന് പറഞ്ഞത്. അപ്പോൾ ധൃത ഗുണം എന്ന് പറഞ്ഞാലോ പിടിച്ചിരിക്കുന്നു അല്ലേ, കയറ് അല്ലെങ്കിൽ ഞാൻ പിടിച്ചിരിക്കുന്നു. ലെഫ്റ്റ് കയ്യിൽ വില്ലും വലത്ത് കൈ കൊണ്ട് ഞാണ് അല്ലേ, ഞാണിനെ പിടിച്ച് വെച്ചിട്ടല്ലേ നമ്മൾ അമ്പെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. മന്യേ എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നു, ഞാൻ വിചാരിക്കുന്നു, എനിക്ക് തോന്നുന്നു എന്നൊക്കെ അർത്ഥം വരും. സവ്യേ തരകരം, സവ്യേ തരം എന്ന് പറഞ്ഞാൽ, സവ്യ എന്ന് പറഞ്ഞാൽ വലത്തെന്നും ഇടത്തെന്നും പാർശ്വമെന്നും ഒക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ ഇടത്ത് കൈ കരം എന്നുണ്ട്. സവ്യേതര കരഗ്രഹീതം, കരം എന്ന് പറഞ്ഞാൽ കൈയാണ്, ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പിടിക്കുക. അപ്പോൾ ഇടത് കൈ കൊണ്ട് പിടിച്ചിരിക്കുന്നു ധനുസ്. അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന എങ്ങനെയാണ്? രതിപതേഹ്, രതി എന്ന് പറയുന്ന കാമദേവൻ്റെ ഭാര്യയുടെ പേരാണ് രതീദേവി. അപ്പം ഇവിടെ രതിപതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം രതിയുടെ പതി ആരാണ്? ഭർത്താവ് കാമദേവൻ. അതാണ് ഇവിടെ കാമദേവൻ്റെ വില്ല്, ആ വില്ലിൻ്റെ ഞാനാണോ എന്ന് എനിക്ക് തോന്നുന്നെന്ന് ദേവിയുടെ പുരികക്കൊടിയുടെ വളവ് കണ്ടിട്ട്. അപ്പോൾ കാമദേവൻ്റെ വില്ല് പോലെയാണ് ദേവിയുടെ പുരികം എന്നർത്ഥം. പ്രകോഷ്ഠേ മുഷ്ടവും, പ്രകോഷ്ഠം എന്ന് പറയുന്നത് നമ്മുടെ മുഴങ്കായ്യുടെ പത്തി വരെയുള്ള ഭാഗം, എന്താ അതിന് പറയുക, കൈപ്പത്തി വരെയുള്ളത്, അതിനെയാണ് പ്രകോഷ്ഠം എന്ന് പറയുന്നത്. വാച്ച് കെട്ടുന്ന സ്ഥലം, റിസ്റ്റ്, ഇംഗ്ലീഷിൽ റിസ്റ്റ്, അതുകൊണ്ടാണ് വാച്ച്, റിസ്റ്റ് വാച്ച് എന്ന് പറയുന്നത്, വാച്ച്. അപ്പോൾ ആ റിസ്റ്റിനെയാണ് പ്രകോഷ്ഠം എന്ന് പറയുന്നത്. മുഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈപ്പത്തി, അതാണ് മുഷ്ടം. അപ്പം സ്ഥഗയതി എന്ന് പറഞ്ഞാൽ മറച്ചു വയ്ക്കുക, മറയ്ക്കുക എന്നർത്ഥം. നിഗൂഢം ഗുഹ്യമായത്, മറച്ചു വച്ചിരിക്കുന്ന, നിഗൂഢ അന്തരം ഉമേ, അതായത് മധ്യഭാഗം ദേവിയുടെ മെലിഞ്ഞിട്ടാണ്. അപ്പോൾ ആ കൈത്തണ്ട, ആ കൈയുടെ പ്രകോഷ്ഠം ഇതായിട്ടിരിക്കുന്നു, അതൊന്ന് മറച്ചു വച്ചിരിക്കുന്നു ദേവിയുടെ ശരീരത്തെ. ഇനി നമ്മൾക്ക് ഒന്നും കൂടെ വായിച്ചിട്ട് അർത്ഥം എന്താണെന്ന് നോക്കാം. ഒന്നിച്ചുള്ള അർത്ഥം എന്താണെന്നൊന്ന് നോക്കാം അല്ലേ. ഭ്രുവൗ പുഗ്നേ കിഞ്ചിത് ഭുവനഭയഭംഗവ്യസനിനി ത്വദീയേ നേത്രാഭ്യാം മധുകരരുചിഭ്യാം ധൃതഗുണം ധനുർമന്യേ സവ്യേതരകരഗൃഹീതം. സവ്യേതരകരഗൃഹീത ഒരു വാക്കാണ്, ഒരു പദം. രതിപതേഹേ പ്രകോഷ്ഠേ മുഷ്ടൗ ച സ്ഥഗയതി നിഗൂഢാന്തരമുമേ. ഇവിടെ ശങ്കരാചാര്യർ ദേവിയുടെ ഭ്രുവൗ ഭുഗ്നേ കിഞ്ചിത്, അല്പം വളഞ്ഞിരിക്കുന്ന പുരികക്കൊടി,
ഭുവനഭയഭംഗവ്യസനിനി, ലോകത്തിലുള്ള പ്രാണികളുടെയൊക്കെ ഭയത്തെ നശിപ്പിക്കുന്നവളായ ത്വദീയെ നിന്തിരുവടിയുടെ നേത്രാഭ്യാം നേത്രങ്ങളാൽ മധുകര രുചിപ്യ വണ്ടുകളുടെ കാന്തി പോലെയുള്ള കാന്തിയോടുകൂടിയ ധൃതഗുണം സമ്പാദിക്കപ്പെട്ട ഞാണോടുകൂടിയ ധനുർമന്യേ ധനുസാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. സവ്യേതര കരഗ്രഹീതം, കാമദേവൻ്റെ ദക്ഷിണകരത്തിൽ, ദക്ഷിണം എന്നും സവ്യം എന്നൊക്കെ പറഞ്ഞാൽ വലത് ഇടത് എന്നൊക്കെ അർത്ഥമാണ്, ഗ്രഹിച്ചിരിക്കുന്ന പ്രകോഷ്ഠേ മുഷ്ടൗജ, പ്രകോഷ്ഠവും മുഷ്ടിയും, മുഷ്ടി കൈപ്പത്തി, പ്രകോഷ്ഠം റിസ്റ്റ്, സ്ഥഗയതി മറയ്ക്കുക, നിഗൂഢ അന്തരം, നാസികാദണ്ഡാകാരമായ പ്രകോഷ്ഠമുഷ്ടികളാൽ മറയ്ക്കപ്പെട്ട മധ്യപ്രദേശത്തോടു കൂടിയ അല്ലയോ പാർവതീദേവി എന്ന്. ഇനി അതിൻ്റെ ആ സംക്ഷേപം എന്താണെന്ന് നോക്കാം. ലോകത്തിലുള്ള പ്രാണികളുടെ ഭയത്തെ നശിപ്പിക്കുന്ന അല്ലയോ അമ്മേ പാർവതീദേവി, അല്പം വളഞ്ഞിരിക്കുന്ന നിന്തിരുവടിയുടെ പുരികക്കൊടികൾ വണ്ടുകളുടെ കാന്തി പോലെയുള്ള കാന്തിയോടുകൂടിയ നേത്രങ്ങളാൽ സമ്പാദിക്കപ്പെട്ട ഞാണോടുകൂടിയതും വലത്തെ കയ്യിൽ ധരിച്ചിരിക്കുന്നതും നാസിക, ഇവിടെ ചിലയിടത്ത് ഇടത്തെ കൈയെന്ന് എഴുതിയിട്ടുണ്ടാവും, ചിലയിടത്ത് ദക്ഷിണം എന്ന് എഴുതിയിട്ടുണ്ടാവും, ചിലയിടത്ത് വലത്തെ കൈ. അതൊക്കെ കവിമാരുടെ സങ്കല്പം ആണ്. അത് എന്തായാലും എല്ലാം ഒന്ന് തന്നെയാണ്. നിങ്ങൾ ചിലതിപ്പം അമ്മ വലത്തെ കൈയെന്ന് പറഞ്ഞു, ഇതെന്താ ഇവരിടത്തെ കൈയെന്ന് പറഞ്ഞു, അങ്ങനെയൊന്നും ചോദിക്കേണ്ട. ഇടത്തും വലത്തും ദക്ഷിണം എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെ അർത്ഥമുണ്ട്, സവ്യം എന്ന് പറഞ്ഞു. അപ്പം നാസികാദണ്ഡ രൂപമായ പ്രകോഷ്ഠമുഷ്ടികളാൽ മറയ്ക്കപ്പെട്ട മധ്യപ്രദേശത്തോടു കൂടിയതായ കാമദേവൻ്റെ വില്ലാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നർത്ഥം. അതിനെ ഒന്നും കൂടി നമ്മൾ ഒന്നുകൂടെ വർണ്ണിച്ചാൽ, നിന്തിരുവടിയുടെ പുരികക്കൊടികൾ കാമദേവൻ്റെ വില്ലാകുന്നു. നമ്മൾ ലളിതാ സഹസ്രത്തിൽ മൗർവീ മധുകരമയി എന്ന് പഠിച്ചിട്ടില്ലേ, അത് തന്നെയാണ് ഇവിടെ. അപ്പം കാമദേവൻ്റെ ഞാൺ വണ്ടുകളാണ്, ഈ വില്ലിൻ്റെ ഞാണാകട്ടെ വണ്ടുകളുടെ കാന്തി പോലെയുള്ള കാന്തിയോടുകൂടിയ നിന്തിരുവടിയുടെ കണ്ണുകൾ തന്നെ. അപ്പോൾ ദേവിയുടെ കണ്ണിനെ എന്തായിട്ടാ ആ വണ്ടുകളായിട്ട് ഉപമിച്ചിരിക്കുന്നു. ഇനി ഈ വില്ലിൻ്റെയും ഞാണിൻ്റെയും മധ്യം ഇടവിട്ടിരിക്കുന്നത് കാമദേവൻ്റെ വലത്ത് കൈകൊണ്ട് പിടിച്ചിരിക്കുന്ന നാസികാദണ്ഡ ഭ്രൂമധ്യ രൂപ പ്രകോഷ്ഠമുഷ്ടികൾ മറച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്ന് സാരം. അപ്പം നമുക്ക് ഒന്നുകൂടെ ശ്ലോകം വായിക്കാം അല്ലേ? ഈ ശ്ലോകം ഒന്നും കൂടി വായിച്ച് ഭ്രുവൗഭുഗ്നേ കിഞ്ചിത് ഭുവനഭയഭംഗവ്യസനിനി ത്വദീയേ നേത്രാഭ്യാം മധുകരരുചിഭ്യാം ധൃതഗുണം ധനുർമന്യേ സവ്യേതരകരഗൃഹീതം രതിപതേഃ പ്രകോഷ്ഠേ മുഷ്ടൗ ച സ്ഥഗയതി നിഗൂഢാന്തരമുമേ. ഉമ എന്ന് പറഞ്ഞാൽ പാർവതീദേവി. അപ്പം നിങ്ങൾക്ക് അർത്ഥമൊക്കെ മനസ്സിലായി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതാണ് ശരിക്കുള്ള ഇന്നത്തെ നമ്മുടെ 47-ാമത്തെ ശ്ലോകം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകവുമായി വരുന്നവരെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും, പ്രത്യേകിച്ച് ദീപാവലി ആശംസകൾ നേരുന്നു. ഹരി ഓം. അപരാധ സഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാമത്വ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി.